ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലിനോട് തെമ്മാടിത്തരം കാട്ടരുത്. ക്യാഷിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോവുക എന്ന് പറയുന്ന പ്രവൃത്തി കാട്ടരുത്. ഇതാണ് ഇന്നത്തെ ഒരുപാട് കൺസൾട്ടൻസി സർവീസസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ചെയ്യുന്നുള്ളത്. ലാഭത്തിന് വേണ്ടിയിട്ടും ക്യാഷിന് വേണ്ടിയിട്ടും എങ്ങനെ വേണമെന്ന് സജസ്റ്റ് ചെയ്യും. അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായിരിക്കും. നമുക്കിതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും വി ഡോണ്ട് കെയർ. നമുക്കതൊരു പ്രശ്നമല്ല. കാരണം എൻ്റെ വി ആർ സജഷൻ പ്ലാറ്റ്ഫോം. സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ട് സജസ്റ്റ് ചെയ്യണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി അവർക്ക് യോജിച്ചൊരു സംഭവം സജസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ പരിപാടി നിർത്ത്, വേറെ പരിപാടി ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുക. ക്യാഷിന് വേണ്ടിയിട്ട് ഒരാളുടെ ലൈഫിനെ വെച്ചിട്ട് കളിക്കരുത്, ഒരാളുടെ കരിയറിനെ വെച്ചിട്ട് കളിക്കരുത്. സോ ഇവിടെയുള്ള ഒരു പ്രീമിയം ലെവലിൽ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കൺസൾട്ടൻസീസ് ക്യാഷിന് വേണ്ടിയിട്ടും എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന ബെനിഫിറ്റിന് വേണ്ടിയിട്ടും അവർ അസോസിയേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ യൂണിവേഴ്സിറ്റീനെ മാത്രം പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് അതിലേക്ക് ആ കുട്ടിയെ മാക്സിമം ജോയിൻ ചെയ്യിപ്പിക്കും. ഇതിനെ തമ്മാടിത്തരം എന്നല്ലാതെ വേറെ എന്താ പറയുക? ക്യാഷിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാമെന്നല്ലാതെ വേറെ എന്താ പറയുക? സോ എൻ്റർലി ഇവിടെ ഒരു സ്റ്റുഡൻറ്റിന് പോലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാതെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു കോളേജോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഏറ്റവും ട്രസ്റ്റബിൾ പ്ലാറ്റ്ഫോമായിട്ട് ഇന്ത്യൻ ജോബിനെ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. സോ ഈ പറയുന്ന പരിപാടി അപ്പം ഇത് അവെയർ ആവേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് മാറാനൊന്നും പോകുന്നില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഡീഗ്രേഡ് ചെയ്യായിരിക്കും, അത്ര തന്നെ. ഇത് അവെയർ ആവേണ്ടത് ആരാണ്? ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് ഇത് അവെയർ ആവേണ്ടത്. ക്ലിയർ ആയോ? ഇവർ അവെയർ ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ കാര്യങ്ങൾ അപ്പോൾ അവെയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ എങ്ങനെ ബെനിഫിറ്റ് അഷ്യൂർ ചെയ്ത് ജോയിൻ ചെയ്യണം എന്നുള്ളത് ഇന്ന് നമ്മളെടുത്തൊന്നും വരണ്ട, നിങ്ങൾ സെൽഫായിട്ട് ചെയ്തോളൂ. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ കണ്ടോളൂ. എങ്ങനെ ആരോടത്ത് പോവാതെ നിങ്ങൾക്ക് തന്നെ അഷ്യൂർ ചെയ്യാൻ പറ്റും ഏത് എടുക്കണം ഏത് ജോയിൻ ചെയ്യണം എന്നുള്ളത്. ഇനി യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയും ഒരു പരിധി വരെ തമ്മാടിത്തരം കാട്ടുന്നുണ്ട്. സ്വന്തം യൂണിവേഴ്സിറ്റി ഞാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. വി ഹാവ് ടു അനലൈസ്, കമ്പാരിസൺ നടത്തണം, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അനലൈസ് ചെയ്യണം, എന്നിട്ട് ജോയിൻ ചെയ്യണം. എൻഡ് ഓഫ് ദ ഡേ വി ആർ സ്പെൻഡിങ് ടൈം, വി ആർ സ്പെൻഡിങ് മണി. സോ ബെനിഫിറ്റ് നമുക്കാണ് വേണ്ടത്. ക്ലിയർ ആണ്?